എത്രയെത്ര ചെറുപ്പക്കാർ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഏകദേശം ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് വിനീതനായ ഞാൻ മഞ്ചേരി അടുത്തൊരു സ്ഥലത്ത് ഞാനൊരു മദ്ഹുർ റസൂൽ പ്രഭാഷണം നടത്തി. ഞാൻ ആ പ്രഭാഷണത്തിൽ പ്രവാചക പ്രേമികളുടെ കൂട്ടത്തിൽ അറിയപ്പെട്ട മഹാനായി ഇമാം ശിബിലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ടം പോലെ സ്വപ്നം കണ്ട മഹാനാണ്. റസൂലുള്ളാഹി തങ്ങളെ നേരിട്ടും കണ്ട മഹാനാണ്. പക്ഷേ പ്രവാചക പ്രേമം മനസ്സിലങ്ങ് തളം കെട്ടിയപ്പോ ഒരു മാനസിക രോഗിയെപ്പോലെ ഹാല് മാറിയിട്ട് ഇങ്ങനെ നടക്കലാണ്. ജനങ്ങളൊക്കെ ഭ്രാന്തരെന്നാണ് വിളിക്കല്. പക്ഷേ ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ട പ്രഗത്ഭരായ മറ്റൊരു ആശിഖുർ റസൂലുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അബൂബക്കർ ഇബ്നു മുജാഹിദ് റളിയല്ലാഹു അൻഹു എന്നാണ്. മഹാനുഭാവൻ ഒരു രാത്രിയിൽ അല്ലാഹുവിന്റെ ഹബീബിനെ സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് അബൂബക്കർ മുജാഹിദിനോട് പറയുന്നു, നാളെ നിങ്ങളുടെ ദർസിലേക്ക് ശിബിലി കടന്നുവരും. ആ കടന്നുവരുന്ന ശിബിലിയെ നിങ്ങൾ ആദരിക്കണം, ബഹുമാനിക്കണം. പിറ്റേന്ന് രാവിലെ മഹാനായ അബൂബക്കർ മുജാഹിദ് റളിയല്ലാഹു അൻഹു ദർസ് നടത്താനിരുന്നപ്പോ പെട്ടെന്നതാ കിതാബ് അടച്ചുപൂട്ടിയിട്ട് എഴുന്നേറ്റോടുകയാണ്. കുട്ടികൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോ ഇമാം ശിബിലി തങ്ങൾ ഇങ്ങനെ കടന്നു വരുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കാനാണ്. മഹാനായ അബൂബക്കർ ഇബ്നു മുജാഹിദ് റളിയല്ലാഹു അൻഹു ശിബിലി തങ്ങളെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് വളരെ ബഹുമാനത്തോടെ സ്വീകരിച്ചാനേ റൂമിൽ കൊണ്ടുവന്ന് ഒരു പ്രത്യേകമായ വിരിപ്പ് വിരിച്ച് അവിടെ ഇരുത്തി. കുറെ നേരം എന്തൊക്കെയോ കുശലങ്ങൾ പറഞ്ഞു ദുആ ചെയ്തങ്ങ് പോയി. കുട്ടിയേക്കൊക്കെ അത്ഭുതം. ദർസ് നടത്താനിരുന്ന അബൂബക്കർ മുജാഹിദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അല്ല ഉസ്താദേ, ജനങ്ങളൊക്കെ ഭ്രാന്തരെന്ന് വിളിക്കുന്ന ശിബിലി അമ്മഞ്ചം വന്നപ്പോ നിങ്ങളെന്താ ഇത്ര വലിയൊരു ബഹുമാനം? ഈ നാട് ഭരിക്കുന്ന ഭരണകൂടത്തിലെ മന്ത്രിയല്ലേ ഇന്നലെ വന്നത്? നിങ്ങൾ അദ്ദേഹത്തിന് ഒരു പരിഗണനയും കൊടുത്തിട്ടില്ലല്ലോ. അദ്ദേഹം ഒരു പൂച്ചക്കുട്ടിയെ പോലെ വന്ന് താഴ്മയോടെ ഇരുന്ന് അദ്ദേഹത്തിന്റെ സങ്കടം പറഞ്ഞു ദുആ ചെയ്യിപ്പിച്ചങ്ങണീറ്റ് പോയല്ലേ ചെയ്തത്. ജനങ്ങളൊക്കെ ഭ്രാന്തരെന്ന് വിളിക്കുന്ന ശിബിലി വന്നപ്പോ എന്തേ ഇങ്ങനെ പരിഗണിച്ചത്? ആ സമയത്ത് അബൂബക്കർ ഇബ്നു മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മക്കളെ, ഇന്നലത്തെ രാത്രിയിൽ ഞാൻ റഅയ്തു റസൂലല്ലാഹി. ഓ, എത്ര വലിയ ഭാഗ്യവാന്മാർ! ഹബീബിനെ ഇഷ്ടം പോലെ കാണാൻ കഴിഞ്ഞില്ലേ? അധിപനായ റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ കണ്ണിൽ നീ ആ ഭാഗ്യം തരണം റഹ്മാനേ. അതിനുള്ള ഹൃദയശുദ്ധി ഞങ്ങൾക്ക് നിവസാരം ചെയ്തു തരണം റഹ്മാനേ. അബൂബക്കർ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നലെ രാത്രിയിൽ ഞാൻ റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നം കണ്ടു. ആ സമയത്ത് എന്നോട് പറഞ്ഞു, അബൂബക്കർ, നാളെ ഈ മനുഷ്യൻ നിങ്ങളുടെ പള്ളിയിലേക്ക് വരും. വന്നാൽ അദ്ദേഹത്തെ ആദരിക്കണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം എന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ അങ്ങ് ചെയ്തതാണ്. അപ്പൊ കുട്ടികൾ ചോദിക്കുന്ന, അല്ല ഉസ്താദേ, ജനങ്ങൾ ഭ്രാന്തനായി കാണുന്ന ശിബിലിക്ക് റസൂലുള്ളാഹിന്റെ അടുക്കൽ ഇത്രയും വലിയ പവറോ, ഇത്രയും വലിയ സ്വീകാര്യതയോ? മഹാനായ അബൂബക്കർ ഇബ്നു മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനത് ചോദിച്ചിട്ടില്ല മക്കളെ. ദിവസം 2 കഴിഞ്ഞു. 3-ാമത്തെ ദിവസം വീണ്ടും അബൂബക്കർ ഇബ്നു മുജാഹിദ് റളിയല്ലാഹു അൻഹു ദർസ് നടത്താനിരിക്കുകയാണ്. അപ്പോഴാണ് അബൂബക്കർ ഇബ്നു മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന്, ഓ പ്രിയപ്പെട്ട മക്കളെ, ഇന്നലത്തെ രാത്രിയിൽ വീണ്ടും ഞാൻ റഅയ്തു റസൂലല്ലാഹി, അല്ലാഹുവിന്റെ ഹബീബിനെ ഞാൻ കണ്ടപ്പോ കണ്ട ഉടൽ എന്നോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, അക്റമകല്ലാഹ് കമാ അക്റംത റജുലൻ മിൻ അഹ്ലിൽ ജന്നah. സ്വർഗാവകാശിയായ ശിബിലിയെ ബഹുമാനിച്ച കാരണം കൊണ്ട് അബൂബക്കർ, നിങ്ങളെയും അല്ലാഹു ബഹുമാനിച്ചു പോയി കേട്ടോ. ആ സമയത്ത് ഞാൻ ഹബീബിനോട് നിങ്ങളുടെ സംശയം ചോദിച്ചു. ജനങ്ങളൊക്കെ ഭ്രാന്തനെന്ന് വിളിക്കുന്ന ശിബിലിക്ക് എന്തേ തങ്ങളുടെ അടുക്കൽ ഇത്ര വലിയ പരിഗണന? ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ എനിക്ക് തന്ന മറുപടി, അബൂബക്കർ ഇബ്നു മുജാഹിദ് റളിയല്ലാഹു അൻഹു ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ, എന്റെ കൊച്ചനുജത്തിമാരെ, ഉമ്മപെങ്ങന്മാരെ, SSF ചേർത്തല ഡിവിഷൻ സംഘടിപ്പിച്ച ഈ നബിദിന സംഗമത്തിൽ
അതേ നിങ്ങൾക്കൊരു ഗിഫ്റ്റായിക്കൊണ്ട് ഞാൻ തിരിച്ചങ്ങോട്ട് തരട്ടെ. ഹബീബായ തങ്ങൾ ശിബിലിയെ പരിഗണിക്കാനുള്ള കാരണം പറയുന്നത്, അബൂബക്കർ ഇബ്നു മുജാഹിദ് 30 കൊല്ലമായി ശിബിലി വല്ലാത്തൊരു പണിയാനെടുത്തത്. മറ്റൊന്നുമല്ല, 5 വക്ത് നിസ്കാരത്തിന് ശേഷം ദിക്റും ദുആഉം നടത്തി എഴുന്നേൽക്കുന്നതിന് മുമ്പ് വിശുദ്ധ ഖുർആനിൽ എന്റെ ഏറ്റവും വലിയ മദ്ഹായി, എന്റെ മൗലിദായി പറഞ്ഞ 2 ആയത്തുണ്ട്. ആ 2 ആയത്തും മുടങ്ങാതെ 3 വട്ടം ഓതും. എന്നിട്ട് എന്റെ പേരിൽ സ്വലാത്തും 3 വട്ടം ചൊല്ലും. ഇത് ചെയ്തിട്ടല്ലാതെ ഇരുന്നെടുത്ത് നീക്കൂല. ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് 30 കൊല്ലമായി. അങ്ങനെ സ്വലാത്ത് ചൊല്ലി എന്റെ മൗലിദ് ചൊല്ലി എന്നെ സ്നേഹിച്ച ശിബിലിയെ എനിക്ക് വിസ്മരിച്ചുകൂടാ അബൂബക്കറേ, തള്ളിക്കൂടാ അബൂബക്കറേ. ഞാൻ ചോദിച്ചു, ഏതാ നബിയെ ആയത്ത്? റസൂലുള്ളാഹി തങ്ങൾ ഓതി എനിക്ക് കേൾപ്പിച്ചു തന്നു. സൂറത്തുൽ ബറാഇയുടെ അവസാനത്തെ 2 ആയത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. സൂറത്തുൽ ബറാഇയുടെ അവസാനത്തെ ഈ 2 ആയത്ത്, ബറാഅത്ത് സൂറത്തായതുകൊണ്ട് തന്നെ അതിന്റെ ആദ്യത്തിൽ ബിസ്മിയോദൽ സുന്നത്തില്ല, അഊദ് ചൊല്ലൽ മാത്രമേ സുന്നത്തുള്ളൂ. ഈ 2 ആയത്ത് എന്റെ ഏറ്റവും വലിയ മദ്ഹായി ഖുർആൻ പറഞ്ഞതാണ്. അത് മുടങ്ങാതെ ശിബിലി 3 വട്ടം ഓതും. എന്നിട്ട് 3 സ്വലാത്തും ചൊല്ലും. ഇത് പതിവാക്കാൻ തുടങ്ങിയിട്ട് 30 കൊല്ലമായി 5 വക്ത് നിസ്കാരത്തിന്റെ പിറകിൽ. അങ്ങനെ എന്നെ സ്വലാത്ത് ചൊല്ലി എന്റെ മദ്ഹ് ചൊല്ലി സ്നേഹിച്ച ശിബിലിയെ ഞാൻ പരിഗണിച്ചു പോയി അബൂബക്കറേ. അക്കാരണം കൊണ്ട് റബ്ബും പരിഗണിച്ചു പോയി. ഇഷ്ടംപോലെ ശിബിലിക്ക് എന്നെ കാണാൻ കഴിഞ്ഞുപോയി. എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, ഞാൻ ഈ സംഭവം അവിടെ പ്രസംഗിച്ചപ്പോ 5-6 മാസം കഴിഞ്ഞു. മർക്കസു സഖാഫത്തി സുന്നീയുടെ സമ്മേളനത്തിന്റെ സമാപന ദിവസമാണ്. ഞാൻ മാനേജർ സീഫയുടെ റൂമിന്റെ പുറത്തിങ്ങനെ നിൽക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് എന്നോട് സലാം പറഞ്ഞെന്റെ കൈ പിടിച്ചു. ഞാൻ സലാം മടക്കി, പരിചയപ്പെട്ടു. എന്നോട് പറഞ്ഞു, ഉസ്താദേ ഒരു സുകാര്യം പറയാൻ. ഞാൻ അല്പം അങ്ങോട്ട് മാറി നിന്നു. ആ ചെറുപ്പക്കാരൻ എന്നോട് പറയുന്നു, പറയൽ തെറ്റോ ശരിയോ എന്ന് എനിക്കറിയില്ല, എന്തായാലും ഉണ്ടായ ഉപകാരത്തിന് കാരണക്കാരന് നിങ്ങളായതുകൊണ്ട് ഞാൻ പറയുന്നു. നിങ്ങൾ മഞ്ചേരി അടുത്ത് പ്രസംഗിച്ചപ്പോ അവിടെയുള്ള സ്ഥലത്ത് ഞാൻ വാത് കേൾക്കാൻ വേണ്ടി വന്നിരുന്നു. നിങ്ങൾ അവിടെ ശിബിലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞപ്പോ എന്റെ മനസ്സിനെ അത് വല്ലാതെ സ്വാധീനിച്ചു പോയി. ഞാൻ അന്ന് തന്നെ ആ 2 ആയത്ത് കാണാതെ പഠിക്കുകയും ഇന്ന് വരെ മുടങ്ങാതെ 5 വക്ത് നിസ്കാരത്തിന് പിറകിൽ ഞാൻ ദിക്റും ദുആഉം കഴിഞ്ഞെഴുന്നേൽക്കുന്നതിനു മുമ്പ് 3 വട്ടം റസൂലുള്ളാഹിന്റെ മദ്ഹാകുന്ന ആയത്തോതി 3 സ്വലാത്തും ചൊല്ലിയിട്ടല്ലാതെ എഴുന്നേൽക്കാറില്ല. അൽഹംദുലില്ലാഹ് 6 മാസത്തിനിടയിൽ 2-3 പ്രാവശ്യം എനിക്ക് ഹബീബായ തങ്ങളെ കാണാൻ കഴിഞ്ഞു. അല്ലാഹുവേ, ആ കുട്ടിക്ക് നീ തൗഫീഖ് വർദ്ധിപ്പിക്കണേ റഹ്മാനേ. അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെയും നീ നന്നാക്കി തരണം റഹ്മാനേ. ഞങ്ങൾക്കും നിന്റെ ഹബീബിനെ കാണാനുള്ള ഹല്ലുള്ള കണ്ണ് തരണം റഹ്മാനേ. ഇന്നത്തെ ഈ മഹത്തായ സംഗമത്തിന്റെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റായി നിങ്ങൾ ഏറ്റെടുക്കുക. ഈ ആയത്തൊന്ന് കാണാതെ പഠിച്ച് ഇനി മുതൽ അങ്ങോട്ട് 5 വക്ത് നിസ്കാരത്തിന്റെ പിറകിൽ ദിക്റും ദുആഉം കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഈ ആയത്ത് 2 വട്ടം 3 വട്ടം ഓതുകയും അറിയാവുന്ന സ്വലാത്ത് ഒരു 3 വട്ടം ചൊല്ലുകയും ചെയ്ത് അതൊന്ന് പതിവാക്കിക്കോ. ഉറപ്പാണ് ഹബീബിനെ കാണാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.